നോമ്പും പെരുന്നാളും കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന പൊന്നാനി അബ്ദുസ്സമദാനിക്ക് വേണ്ടി പ്രചാരണം ശക്തമാക്കി മുസ്ലിം ലീഗും UDF-ഉം. KS ഹംസയുടെ പ്രചാരണത്തിന് ആവേശം പകരാൻ മുഖ്യമന്ത്രിയും ഉടൻ മണ്ഡലത്തിലെത്തും. നോമ്പ് കാലം കഴിഞ്ഞതോടെ റോഡ് ഷോകളിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. കുടുംബയോഗങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥനയും ചെറുപ്രസംഗങ്ങളുമായി കവലകളിൽ നിന്ന് കവലകളിലേക്ക് കുതിക്കുകയാണിപ്പോൾ. UDF സ്ഥാനാർത്ഥി അബ്ദുസ്സമദാനിയുടെ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. ലീഗ് നേതാക്കൾ എല്ലാം സമദാനിക്കായി കളത്തിലുണ്ട്. ഈ ഉപവാസ മാസക്കാലത്തുണ്ടായിരുന്ന ഒരു സമയക്രമീകരണം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ആ സമയക്രമീകരണത്തിൻ്റെ ആവശ്യമില്ല. രാവിലെ മുതൽ ഇനി അങ്ങ് ഇറങ്ങി പര്യടനമാണ് എല്ലാ സ്ഥലത്തും. പിന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. LDF സ്ഥാനാർത്ഥി KS ഹംസ പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നലെ പ്രചാരണം പുനരാരംഭിച്ചു. മുസ്ലിം ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നാണ് ഹംസ പറയുന്നത്. ഏത് കേരളത്തിലാണ് ഇടതുപക്ഷം വോട്ട് ചോദിക്കുന്നത്, മറുഭാഗത്ത് വലതുപക്ഷത്തിന് എന്തിനു വേണ്ടി വോട്ട് വിജയിപ്പിക്കണം? രണ്ട് ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രചാരണം കൊഴുപ്പിക്കാനായി മുഖ്യമന്ത്രി 18-ന് മണ്ഡലത്തിലെത്തും. തൃത്താലയിലും താന്നൂരിലും തവനൂരിലും റാലികളിൽ പങ്കെടുക്കും. MA ബേബിയും സുഭാഷിണി അലിയും ബിനോയ് വിശ്വവും ഹംസക്കായി വോട്ട് തേടും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ കളത്തിലിറക്കാനാണ് NDAയുടെ നീക്കം. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.